മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം തീവ്രവാദത്തെ വളർത്തിയ ഒരു രാജ്യമുണ്ടായിരുന്നു. അതാണ് പാകിസ്ഥാൻ. അയൽ രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ടുനടന്ന അതേ പാമ്പുകൾ ഇന്ന് തിരിഞ്ഞുകൊത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ വിറക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികളും സൈന്യവും. ഇന്ത്യയെ തകർക്കുമെന്ന വീരവാദം മുഴക്കി നടന്നവർ ഇന്ന് സ്വന്തം രാജ്യം തന്നെ ഭൂപടത്തിൽ ബാക്കി ഉണ്ടാകുമോ എന്ന പേടിയിലാണ്. ബലൂചിസ്ഥാനിലടക്കമുള്ള ജനങ്ങൾ ഇപ്പോൾ തോക്കെടുത്ത് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. സൈനിക ക്യാമ്പുകൾക്ക് മുകളിൽ ഡ്രോണുകൾ പറന്ന് ബോംബ് വീഴുന്നു. പട്ടിണിയും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടിയ സ്വന്തം ജനങ്ങളെ തോക്കിന് മുന്നിൽ നിർത്തി ഭരിക്കാൻ നോക്കിയതിന്റെ ഫലമാണ് ഇന്നവിടെ കാണുന്നത്. സ്വന്തം കുഴി തോണ്ടി അതിൽ തന്നെ വീണ പാകിസ്ഥാന്റെ കഥ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ലോകത്തെ പേടിപ്പിക്കാൻ നോക്കിയ ആ രാജ്യം ഇന്ന് സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്ന ഗതികേടിലാണ്. ചോദ്യം ഒന്നു മാത്രമാണ്: മറ്റുള്ളവരുടെ ചോര കുടിച്ചു വളർന്ന ഈ രാജ്യം നാളെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാകുമോ, അതോ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ തള്ളപ്പെടുമോ? എന്താണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ? നമുക്ക് നോക്കാം. പാകിസ്ഥാൻ ഇന്ന് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും സങ്കീർണവുമായ ഒരു ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ഭരണകൂടത്തിന്റെ അധികാരവും ഒരേ സമയം 4 വ്യത്യസ്ത മേഖലകളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണിപ്പോൾ. വിഘടനവാദ മുന്നേറ്റങ്ങൾ, തീവ്രവാദ ആക്രമണങ്ങൾ, പൗരന്മാരുടെ അവകാശ പ്രക്ഷോഭങ്ങൾ, അതിർത്തിയിലെ പരമ്പരാഗത ശത്രുത എന്നിവ ഭരണകൂടത്തെ അടിമുടി പിടിച്ചുലയ്ക്കുകയാണ്. പാകിസ്ഥാന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് KP, ബലൂചിസ്ഥാൻ, POK അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിദിനം പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സൈനിക ജനറൽമാർ പിന്തുടർന്നു വന്ന തന്ത്രപരമായ ആഴമെന്ന വിദേശ നയത്തിന്റെ സ്വാഭാവികമായ തിരിച്ചടിയാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാണിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ തളർത്തപ്പെടാതെ വളർത്തിയെടുത്ത തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ വലിയ സുരക്ഷാ ഭീഷണിയായി മാറി. 2025 മാത്രം 1000 ഭീകരാക്രമണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. തീവ്രവാദത്തെ ആയുധമാക്കിയുള്ള പാകിസ്ഥാന്റെ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ നേരിടുന്നത് ഇരട്ട പ്രത്യായ ശാസ്ത്ര വെല്ലുവിളികളാണ്. വംശീയ വിടുതൽ ലക്ഷ്യമിടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു വശത്തും ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ മറുവശത്തും സജീവമാണ്. ജൂലൈയിൽ മാത്രം ഡസൻ കണക്കിന് പാക് സൈനികരും പോലീസുകാരും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെടുകയും വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്ത ജനതയുടെ രോഷം സായുധ ഗ്രൂപ്പുകളുടെ കയ്യിലെ ആയുധമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പോലീസ് സ്റ്റേഷനുകൾ, സൈനിക കേന്ദ്രങ്ങൾ, പരിശോധനാ പോസ്റ്റുകൾ എന്നിവ ലക്ഷ്യമിട്ട് ആധുനിക ഡ്രോണുകളും വ്യാവസായിക ക്വാഡ്കാപ്റ്ററുകളും വരെ ഉപയോഗിച്ച് TTP ആക്രമണം നടത്തുകയാണ് അവിടെ. പഴയ ഗോത്രമേഖലയിൽ നിന്ന് വ്യാപിച്ച് ബലൂചിസ്ഥാനിലെ പശത്തൂൺ മേഖലയിലേക്കും TTP സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വിദേശ നയതന്ത്ര ദൗത്യങ്ങൾ പോലും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അത് പാകിസ്ഥാന്റെ സുരക്ഷാ വീഴ്ചയെ തുറന്നു കാട്ടുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ രൂപപ്പെട്ടിരിക്കുന്ന വിയോജിപ്പ് സായുധ പോരാട്ടമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ബഹുജന പ്രക്ഷോഭമാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണപ്പെരുപ്പം, വൈദ്യുതി നിരക്ക്, രാഷ്ട്രീയ അവകാശ നിഷേധം എന്നിവയ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. സേനയെ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും ഇന്റർനെറ്റ് വിച്ഛേദിക്കാനും ശ്രമിക്കുന്നത് മേഖലയിലെ ജനങ്ങളുടെ ഇടയിൽ പാകിസ്ഥാനോടുള്ള വെറുപ്പും അന്യവൽക്കരണവും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അത് തങ്ങളുടെ തന്ത്രപരമായ വിജയമായി പാകിസ്ഥാൻ വീമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ടൂറൻ ലൈൻ ഒരു സജീവ യുദ്ധമേഖലയായി മാറി. അഫ്ഗാനിസ്ഥാൻ താലിബാൻ TTPക്ക് താവളം ഒരുക്കുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾക്ക് ഡ്രോണുകളും പീരങ്കികളും ഉപയോഗിച്ച് അഫ്ഗാൻ സേന തിരിച്ച് നൽകുകയാണ് മറുപടി. പങ്കുവെച്ച പഴയ സഖ്യം തകർന്ന അതിർത്തിയിൽ ഒരു പരമ്പരാഗത യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ വ്യക്തമാക്കുന്നത്. സൈനിക മേധാവി അസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് സാധാരണക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്നില്ല. ജനാധിപത്യപരമായ സമ്മതത്തിനു പകരം ക്രൂരമായ സൈനിക ബലപ്രയോഗത്തിലൂടെ രാജ്യം ഭരിക്കാനാണ് സൈന്യം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് രാജ്യത്തെ വംശീയവും രാഷ്ട്രീയവുമായ അതൃപ്തികൾക്ക് കൂടുതൽ വഷളാക്കി. രാഷ്ട്രീയ പാർട്ടികളും പൗരസമൂഹവും സൈന്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഭരണകൂടത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുകയാണിപ്പോൾ.
പാകിസ്ഥാൻ നേരിടുന്നത് കേവലം ഒരു സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ അധികാര വിതരണത്തിലുള്ള കടുത്ത പ്രതിസന്ധിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തിന്റെ ബലപ്രയോഗ തന്ത്രങ്ങൾക്ക് ഒരു നിശ്ചിത പരിധിയുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണയില്ലാതെ തോക്കുകൾ കൊണ്ട് മാത്രം രാജ്യം ഭരിക്കാനാകില്ലെന്നും നിലവിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുകയാണ്. തങ്ങളുടെ ആഭ്യന്തര തകർച്ച മറച്ചുവെക്കാൻ വാർത്താ പ്രക്ഷേപണങ്ങൾക്കും മാധ്യമങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തുന്ന തന്ത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുപോലെ മുൻ അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് പ്രതികരണങ്ങളും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വെളിപ്പെടുത്തലുകളും സൂചിപ്പിക്കുന്നത് പ്രവേശകരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എത്രത്തോളം അപകടാവസ്ഥയിൽ എത്തി എന്നതിലേക്കാണ്. രാജ്യം തകർന്നു എന്ന ഭരണകക്ഷി നേതാക്കളുടെ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര തകർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ കേവലം അവരുടെ ആഭ്യന്തര പ്രശ്നം മാത്രമായി ഒതുങ്ങുന്നില്ല. ആഭ്യന്തരമായി വൻ പ്രതിസന്ധി നേരിടുമ്പോൾ ജനശ്രദ്ധ തിരിക്കാനായി ഭരണകൂടമോ സൈന്യമോ അയൽരാജ്യങ്ങൾക്കെതിരെ വിദേശ സൈനിക സാഹസികതകൾക്ക് തുനിഞ്ഞേക്കാമെന്ന മുന്നറിയിപ്പുകളും ശക്തമാണ്. തീവ്രവാദത്തെ വളർത്തിയെടുത്ത് അയൽരാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വന്തം തന്ത്രങ്ങളുടെ ഭാരത്താൽ തന്നെ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് ദക്ഷിണേഷ്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണക്കാരുടെ ക്ഷേമമോ രാജ്യത്തിന്റെ പുരോഗതിയോ അല്ല, മറിച്ച് തങ്ങളുടെ കസേര ഉറപ്പിച്ചു നിർത്തുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ സൈനിക ജനറൽമാരുടെയും ഭരണാധികാരികളുടെയും ഏക ലക്ഷ്യം. ജനങ്ങളുടെ പിന്തുണയോടെയുള്ള ജനാധിപത്യ ഭരണത്തിന് പകരം തോക്കിൻ മുനയിലും ക്രൂരമായ മർദ്ദനങ്ങളിലൂടെയും രാജ്യം ഭരിക്കാമെന്ന വ്യാമോഹത്തിലാണ് സൈനിക മേധാവി അസിം മുനീറും കൂട്ടരും. രാഷ്ട്രീയ പാർട്ടികളെയും പൗരസമൂഹത്തെയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് നടക്കുന്ന ഈ ദയനീയമായ തകർച്ച പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. വാർത്താ പ്രക്ഷേപണങ്ങൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും വിലക്ക് ഏർപ്പെടുത്തി സത്യം മൂടിവെക്കാൻ നോക്കിയാലും ബലൂചിസ്ഥാനിൽ നിന്നും മറ്റും പുറത്തു വരുന്ന ആ ഒരു സ്ഫോടനങ്ങളുടെയും വാർത്തകൾ പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കിക്കഴിഞ്ഞു. ഈ ഒരു ഭരണകൂടത്തിന്റെ തകർച്ചയും ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. തീവ്രവാദത്തെയും വിഘടനവാദത്തെയും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്ന ഏതൊരു ഭരണകൂടത്തിനും ഒടുവിൽ ഈ ഗതി തന്നെയായിരിക്കും വരുന്നത് എന്നാണ് പാകിസ്ഥാന്റെ അനുഭവം ലോകത്തിന് നൽകുന്ന പാഠം. സ്വന്തം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ തോക്കിന്റെയും അടിച്ചമർത്തലിന്റെയും ശക്തിയിൽ മാത്രം മുന്നോട്ടു പോകുന്ന ഒരു രാജ്യത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന ചരിത്രം വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. രാജ്യം കണ്ടുമുടിയുമ്പോൾ സ്വന്തം കസേര രക്ഷിക്കാനായി പാക് സൈന്യവും ഭരണാധികാരികളും ഇനി എന്ത് ചെയ്യുമെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ചരിത്രത്തിൽ പലപ്പോഴും പാകിസ്ഥാൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ ശ്രദ്ധ ഈ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ അയൽരാജ്യങ്ങൾക്കെതിരെ പ്രകോപനപരമായ നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള സൈനിക സാഹസികതകൾക്കോ മുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഏത് അബദ്ധവും പ്രതീക്ഷിക്കാമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. അയൽരാജ്യങ്ങളിൽ അസ്ഥിരത വിതയ്ക്കാനും ഭീകരവാദത്തെ ഭരണനയത്തിന്റെ ഭാഗമാക്കാനും ശ്രമിച്ച പാകിസ്ഥാൻ എന്ന് നിൽക്കുന്നത് സ്വന്തം തന്ത്രങ്ങളുടെ ചുഴിയിൽപ്പെട്ട് സർവനാശത്തിന്റെ വക്കിലാണ്. തന്ത്രപരമായ ആഴം തേടിയിറങ്ങിയ അവർക്ക് ഇന്ന് സ്വന്തം അതിർത്തികൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബലൂചിസ്ഥാനിലെ വിഘടനവാദവും ആക്രമണങ്ങളും പിഒകെയിലെ ജനകീയ പ്രക്ഷോഭങ്ങളും തകർന്നുപോയ അഫ്ഗാൻ അതിർത്തിയും ഒരേ സമയം ഒരു രാജ്യത്തെ എത്രമാത്രം പ്രതിസന്ധിയിലേക്ക് നയിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.